നമ്മളുടെ ഹോസ്പിറ്റലിൽ സഡേഷൻ കൊടുക്കുമ്പോൾ ശരിക്കും ഒരു പ്രൊസീജിയർ സഡേഷനൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് കോൺഷ്യസ് ആയിരിക്കും പലപ്പോഴും പേഷ്യൻസ്. അതാണ് അതിലെ ഒരു അഡ്വാൻറ്റേജ്. കാര്യങ്ങളെ കാണാനും കേൾക്കാനും സാധിക്കും, പക്ഷേ സെൻസേഷൻ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കോൺഷ്യസ്നെസ്സിന് ഡിഫറെൻറ്റ് ലെവലുണ്ട്. മനുഷ്യരുടെ കോൺഷ്യസ്നെസ്സിനെ അളക്കാനായിട്ട്, സെഡേഷൻ സമയത്ത് അളക്കാനായിട്ട് ഏറ്റവും മനോഹരമായ ഒരു റേറ്റിംഗ് ഉണ്ട് നമുക്ക്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു റേറ്റിംഗ് സ്കെയിലാണ് RSS. കൃത്യമായി മനസ്സിലാക്കിയാൽ RSSനെ പോലെ മനോഹരമായി നമുക്ക് അവിടെ ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റൊരു സ്കെയിലിംഗ് ഇല്ല എന്ന് പറയേണ്ടി വരും. വളരെ ശക്തമാണത്. അപ്പോൾ നമ്മളുടെ മോണിറ്ററിംഗ് പാരാമീറ്റേഴ്സ് സമയാസമയങ്ങളിൽ ആ പ്രൊസീജിയറിനെ ആനുപാതികമായി ഏതൊക്കെയാണ് മോണിറ്റർ ചെയ്യപ്പെടേണ്ടതെന്ന് ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവണം. അതനുസരിച്ചായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ചിലപ്പോൾ ബ്ലഡ് പ്രഷർ നോക്കേണ്ടി വരും, കാർഡിയാക് റിതം നോക്കേണ്ടി വരും, ഹാർട്ട് റേറ്റ് നോക്കേണ്ടി വരും, സംടൈംസ് അവരുടെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് നോക്കേണ്ടി വരും. അപ്പോൾ അത് കേസ് ടു കേസ് ഡിഫറൻ്റ് ആണ്. അതേത് കേസിൽ എവിടെ വരെ വേണം നോക്കാൻ എന്നത് കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്തിട്ട് അതിൻ്റെ അബ്നോർമാലിറ്റീസ് നമുക്ക് മാർക്ക് ചെയ്യാനും ഡോക്യുമെൻ്റ് ചെയ്യാനും മെഡിക്കൽ റെക്കോർഡ്സിലേക്ക് കൊണ്ടുവരാനും അതനുസരിച്ചുള്ള ആ സിറ്റുവേഷൻ, ലെവൽ ഓഫ് സെഡേഷൻ മാനേജ് ചെയ്യാനും നമുക്ക് കഴിയണം. സോ അതിനെക്കുറിച്ചാണ് നമ്മൾ 12Dയിൽ കണ്ടതിൻ്റെ എക്സ്പാൻഷനായിട്ട് COP 12Eയിൽ കാണുന്നത്. സെയിം കാര്യമാണ്. ഇതിൻ്റെ ഡോക്യുമെൻ്റ് ചെയ്യപ്പെടണം, മോണിറ്റർ ചെയ്യണം. മോണിറ്റർ ചെയ്യുന്നതിന് അതർ ദാൻ എ പേഴ്സൺ ഹൂ ഈസ് പെർഫോമിങ് ദ പ്രൊസീജിയർ. അവിടെ നമ്മൾ കൃത്യത Dയിൽ കണ്ടതാണ്. Eയിലേക്ക് എത്തുമ്പോൾ അത് കേസ് ടു കേസ് ഡിഫറൻ്റ് ആയിട്ടുള്ള മോണിറ്ററിങ് സംവിധാനങ്ങൾ ഉണ്ടാവണം. നമുക്കതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഈ പേഷ്യൻ്റെ മെഡിക്കൽ റെക്കോർഡ്സിലേക്ക് ഉണ്ടാവണം. ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് ഓർക്കാം. കൂടുതലൊന്നും അതിൽ പറയാനില്ല. നമ്മൾ ഒത്തിരി ആവർത്തിച്ചാലേ എന്നെ നിങ്ങൾ എളുപ്പം ഓടിച്ചു വിടുന്നു. ഓക്കെ, നമുക്ക് COP 12